പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓഫീസിൽ നിന്നാ അവള് നിങ്ങളെ ഇറക്കി വിട്ടത്. ഇനി എനിക്ക് കോടതിയും ജയിലും എല്ലാം ഒരുപോലെയാ. അച്ഛൻ പറയുന്നതാണ് ശരി. അവരെ ഇനി വച്ചേക്കരുത്, തീർത്ത് കളയണം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ ആവശ്യമില്ലാതെ എഴുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയ്ക്ക് ത്യാഗം സഹിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? കൊല്ലാനാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അച്ഛാ, തൽക്കാലം ഞങ്ങളെ കമ്പനി നിറക്കി വിട്ടുന്നേ ഉള്ളൂ. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ഇവരുടെ ആരുടെ അവകാശം നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്നും കിട്ടേണ്ട ന്യായമായ ലാഭവിഹിതം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് ബാക്കിയോ? അതെല്ലാം അവൾക്ക് അല്ലേ? എന്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് അതെല്ലാം. ഇനിയും അവളെ വളരാൻ അനുവദിച്ചാൽ അവള് നമ്മുടെ കുടുംബം പോലും തകർക്കും. കൊല്ലാനും ജയിലിൽ പോകാനൊക്കെ എളുപ്പമാണ് അച്ഛാ. അതല്ല നമുക്കിപ്പോ വേണ്ടത്. കൊല്ലാനായിരുന്നെങ്കിൽ ഞങ്ങളാരെങ്കിലും പോയാലും മതിയല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ കാര്യം വിട്ടേക്ക്. അവൾ ഇല്ലാതായാൽ നിങ്ങൾക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാവല്ലോ. അച്ഛാ, അച്ഛനാ തോക്ക് ഇങ്ങ് തന്നെ. അച്ഛാ, ഞാനല്ലേ പറയുന്നേ. അച്ഛാ കൊടുക്കച്ച. അച്ഛാ കൊടുക്കച്ച. അച്ഛാ താ അച്ഛാ താ. അച്ഛൻ അവളെ കൊന്നേ മതിയാവുമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പോയി കൊല്ലാം. വയസ്സായ അച്ഛനെ കൊലപാതകയായിട്ട് ജയിലിലടച്ചൊന്നൊരു പഴിയേക്കാൻ ഞങ്ങൾക്ക് വയ്യ. അവരെ കൊന്നാ പോലെ അത് ഞാൻ ചെയ്യാം. മിണ്ടാതിരിക്കുന്നുണ്ടാ? കൊല്ലാൻ നടക്കുന്നു. അച്ഛാ, ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതുവരെ കമ്പനി അവളെ തന്നെ ഭരിക്കട്ടെ.